നമസ്കാരം. ഇസ്രായേലിന്റെ കനത്ത പ്രതിരോധത്തിൽ ഹമാസ് തകർന്നടിയുകയാണോ? ഈ ചോദ്യമാണ് ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നത്. ഹമാസിനുള്ളിൽ വലിയ സ്വാധീനമുള്ള ഭീകര നേതാക്കളെ തിരഞ്ഞു പിടിച്ച് വകവരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഏറ്റവും ഒടുവിലായി അവരുടെ നാവികസേനാ കമാൻഡർ റംസി റമദാൻ അബ്ദുൽ അലി സാലിഹിനെയും വധിച്ച ഇസ്രായേൽ സൈന്യം ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഗസയ്ക്കുമേൽ തങ്ങളുടെ നിയന്ത്രണത്തിൻ്റെ 80% നഷ്ടപ്പെട്ടതായാണ് ഹമാസ് തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്. സംഘടനയുടെ ഒരു മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ വ്യോമാക്രമണങ്ങളുടെ ഫലമായി ഹമാസിൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം തകർന്നു എന്നും ഇത് തങ്ങളെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണെന്നുമാണ് ഉദ്യോഗസ്ഥൻ BBC അടക്കമുള്ള മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയ തിരിച്ചടിയിൽ പരിക്കേറ്റതിനെ തുടർന്ന് ചുമതലകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പേരോ വിശദാംശങ്ങളോ ഒന്നും ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഹമാസിൻ്റെ സുരക്ഷാ ഘടനയിൽ വൻ തിരിച്ചടിയാണ് ഇതുമൂലം ഏറ്റത് എന്നാണ് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഹമാസ് നേതൃത്വത്തിലെ 95% പേരും കൊല്ലപ്പെട്ടതായും ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിൽ ഉണ്ട്. ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെട്ടതായി മുൻ സൈനിക ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാസ് സംഘടനയ്ക്കുള്ളിൽ ഇപ്പോൾ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത അവസ്ഥയാണെന്നും ക്രിമിനൽ സംഘങ്ങളുടെ എണ്ണം കൂടി വരികയാണെന്നുമാണ് തുറന്നു പറയുന്നത്. ഹമാസിന് ഇപ്പോൾ സൈനിക സംവിധാനങ്ങൾ ഇല്ല എന്നും അവർ ഗറില്ല യുദ്ധതന്ത്രങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യവ് ഗാലൻറ്റും വെളിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം പുറത്തു വരുന്നത്. മുൻ ഹമാസ് ഉദ്യോഗസ്ഥൻ്റെ അഭിപ്രായത്തിൽ ഈ വർഷം ആദ്യം ഇസ്രായേലുമായുള്ള 57 ദിവസത്തെ വെടിനിർത്തൽ സമയത്താണ് ഹമാസ് വീണ്ടും സംഘടിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ മാർച്ചിൽ വെടിനിർത്തൽ ഇല്ലാതായ സാഹചര്യത്തിൽ ഇസ്രായേൽ ഹമാസിനെ വീണ്ടും ലക്ഷ്യം വെച്ചത് സ്ഥിതിഗതികൾ രൂക്ഷമാക്കിയെന്നാണ് കരുതപ്പെടുന്നത്. 21 മാസത്തെ യുദ്ധത്തിന് ശേഷം ശനിയാഴ്ച ഗാസയിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള വെടിനിർത്തൽ ശ്രമങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് ഈ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് കഴിഞ്ഞ ദിവസം ഖത്തറിലെ ചർച്ചകൾക്കായി ഒരു ദൗത്യ സംഘത്തെ അയക്കുമെന്ന് അറിയിച്ചിരുന്നു. നെതന്യാഹു വിശദമായ ചർച്ചകൾക്കായി അമേരിക്കയിലും എത്തുകയാണ്. 20 ബന്ദികൾ ജീവിച്ചിരിക്കുന്നു എന്നും 30 ബന്ദികൾ മരിച്ചതായും ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ ആകുന്നതെല്ലാം ചെയ്യും. ഗസ ഇനി ഇസ്രായേലിന് ഭീഷണിയാകില്ല എന്ന് ഉറപ്പുവരുത്താൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നതായും നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. ഗാസയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 41 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. 2 അമേരിക്കൻ സന്നദ്ധ പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരാക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയ തിരിച്ചടിയിൽ ഇതുവരെ ഏതാണ്ട് 57,000-ഓളം പേര് കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതേസമയം ശക്തി ചോരുന്നതിനിടെ യുദ്ധത്തിന് അന്ത്യം കുറിക്കുന്നതായുള്ള നടപടികളും ഹമാസ് തുടങ്ങിക്കഴിഞ്ഞു. ഗാസയിൽ വെടിനിർത്തൽ സംബന്ധിച്ച അമേരിക്ക മുന്നോട്ട് വെച്ച കരാറിനോട് അനുകൂല നിലപാടാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. 60 ദിവസത്തെ വെടിനിർത്തലിനായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഹമാസ് വ്യക്തമാക്കുകയായിരുന്നു.